എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആരും സംസാരിച്ചതുപോലെ ആധികാരികമായിട്ട് പ്രസംഗിക്കാൻ ഒട്ടും അറിയാത്ത ഒരാളാണ് ഞാൻ. പേഴ്സണലി ഒരുപാട് സന്തോഷം ഈ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിൽ, ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവർക്കും നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ നോക്കുന്നവർക്കും അറിയാം, അമ്പലത്തിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുമ്പോൾ, കൂട്ടുകാരെല്ലാം എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ പോകാം, മൂകാംബിക പോകാം, ഗുരുവായൂർ പോകാമെന്നായിരിക്കും. കാരണം എനിക്ക് അവിടുത്തെ കഥകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടോ ഒന്നും അല്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാനും അവിടെ ഇരിക്കാനായിട്ടും. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. പരബ്രഹ്മ ക്ഷേത്രത്തിൽ വരാറുണ്ട്, ഇപ്പോഴും എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. അതും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ്. കാരണം ആദ്യം ഇവിടെ പ്രസംഗിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഒരു അപ്രതീക്ഷിത അതിഥിയാണ്. കാരണം ഞാൻ എന്നെ ബിനുചേട്ടൻ വിളിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഒരൊറ്റ ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഒരു ദിവസം മുന്നേ മാത്രം ഈ ഒരു ചടങ്ങിന് വരാൻ അമ്മയുടെ വിളി കിട്ടിയ ഒരാളാണ് ഞാൻ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സ്വാമിജിയെ കാണാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. കാരണം ഞങ്ങൾ മുന്നും വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പം സ്വാമിയെ ഇന്ന് കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും വളരെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും സപ്താഹ മഹായജ്ഞത്തിനുമൊക്കെ ഏറ്റവും നല്ല ആശംസകൾ നേരുകയാണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിലെ സപ്താഹത്തിന് ഞാൻ പ്രായപൂർത്തിയൊക്കെ ആവുന്നതിന് മുമ്പേ അവിടെ കൃഷ്ണൻ്റെ വേഷം കെട്ടി, രുക്മിണി സ്വയംവരത്തിന് കൃഷ്ണവേഷം കെട്ടി മേക്കപ്പ് മുഖത്തിട്ട ആളാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും തുടരുന്നു. അമ്പലത്തിലെ രുക്മിണി സ്വയംവരവും ഘോഷയാത്രകളിലെ ഓരോ ക്യാരക്ടറും ഒക്കെ ആയിരുന്നു എൻ്റെ തുടക്കകാലങ്ങളിലെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അനുഗ്രഹം, അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം ഇപ്പോഴും എനിക്ക് തരുന്നുണ്ട്. അതിനിയും എൻ്റെ ജീവിതാവസാനം വരെ കൂടെ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഈ നാട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലും ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. സ്പെഷ്യൽ നന്ദി ബിനുചേട്ടന് എന്നെ ഈ ഒരു പ്രോഗ്രാമിന് അപ്രതീക്ഷിതമായി വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.